ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ കറി ഉണ്ടാക്കാം. കറി റെഡിയാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബട്ടർനട്ട് സ്ക്വാഷ് ചെറുതാണ്. തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അത് മാറ്റി വയ്ക്കാം. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 20 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തത്, പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തത്, കുറച്ച് കറി ലീവ്സ് ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ബട്ടർനട്ട് സ്ക്വാഷിന് പകരം നോർമൽ പംകിനും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല മധുരമുള്ള മത്തങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. ചെറിയുള്ളി ഈ ഒരു രീതിയിൽ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 മുതൽ 1.5 ടീസ്പൂൺ വരെ റെഡ് ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നന്നായി പൊടി ഒന്ന് മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മസാലയുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മത്തങ്ങ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മത്തങ്ങയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ മസാല പിടിക്കുന്നതിന് വേണ്ടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല തിള വരുന്നത് വരെ കുക്ക് ചെയ്യാം. നന്നായി തിളക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മത്തങ്ങ 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോൾ മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയത്ത് ഇതിലേക്ക് 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന മത്തങ്ങ മധുരം കുറവാണെങ്കിൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊടികളുടെ കുത്തൊക്കെ പോയി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങാക്കറി റെഡിയായി കിട്ടും. നല്ല സ്വാദുള്ള മത്തങ്ങാക്കറി കൂട്ടി ഒരു പറ നിറയെ ചോറുണ്ണാൻ പറ്റൂ കേട്ടോ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.